ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 25. നരസിംഹാവതാരം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ഡഗുഹരോ ഘോരസ്ഥവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവംഗദാപ്യശ്രുതം കമ്പക്കശ്ചന സംഭപാദചലിതോപ്യാംഭോജഭൂർവിഷ്ടരാത്. തൂണിൽ വെട്ടിയ ഹിരണ്യകശിപുവിൻ്റെ ചെവികളെപ്പോലും പൊട്ടിക്കുന്നതും പ്രപഞ്ചമണ്ഡലത്തിൻ്റെ ഉൾഭാഗത്തെ കറക്കുന്നതും ഘോരതരവുമായ രീതിയിൽ അങ്ങ് അപ്പോൾ അട്ടഹസിച്ചു. പണ്ടൊരിക്കലും കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം കേട്ട് ആ അസുരരാജൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു പ്രകമ്പനമുണ്ടായി. ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഇളകി. ദൈത്യേദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭണീ സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദത്ഭുതമിതി ഉദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോദ്ഗരോമവികസദ്വർഷ്മാസമാജൃംഭത. ക്ഷോഭിച്ചിരിക്കുന്ന ആ അസുരൻ ചുറ്റും നോക്കിയപ്പോൾ സർവവ്യാപിയായ ദേവ, മൃഗസ്വരൂപത്തിലോ മനുഷ്യസ്വരൂപത്തിലോ അല്ലാത്ത അങ്ങയുടെ ശരീരം തൂണിൽ നിന്ന് പുറത്തു വന്നു. ഭീഷണവും അത്ഭുതകരവുമായ ഈ രൂപം എന്തെന്നറിയാതെ അവൻ പരിഭ്രാന്തചിത്തനായിരിക്കെ ശോഭിക്കുന്ന വെളുത്ത രോമപടലത്തോടെ അങ്ങയുടെ ശരീരം അനുനിമിഷം വലുതായി വന്നു. തപ്തത്സ്വർണസവർണഘൂർണധതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽകമ്പ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തമഹാധരി സഖമുഖം ഗഡ്ഗ്രോർഗവൽഗന്മഹാജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാ ദംഷ്ടായുഗോഢാമരം. തപ്തമായ സ്വർണത്തിൻ്റെ നിറത്തിൽ കറങ്ങുന്നവയും അതിരൂക്ഷങ്ങളുമായ കണ്ണുകളോടും സടാകേസരങ്ങളുടെ ഇളക്കം മൂലം മറയ്ക്കപ്പെട്ട ആകാശത്തോടും വിശാലമായ ഗുഹ പോലെ പിളർന്ന വായയോടും ഭയങ്കരമായി ഇളകുമ്പോൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാൾ പോലെയുള്ള നാവോടും 2 ദംഷ്ട്രങ്ങളോടും കൂടി ഭീതിജനകവും ആശ്ചര്യപ്രദവുമായ അങ്ങയുടെ നരസിംഹരൂപം വിജയീ പൂതാക ഉത്സർപ്പധ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശുധൂരോൽഭണം വ്യോമോല്ലംഘിഘനാഘനോപമഘന പ്രധ്വാനനിർധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപു. ഗർജിക്കുമ്പോൾ മേൽപോട്ട് ചുളിയുന്ന അടയാളങ്ങളാൽ പേടി തോന്നിപ്പിക്കുന്ന കപോലത്തോടും ഹ്രസ്വവും അതിസ്ഥൂലവുമായ കഴുത്തോടും തടിച്ച കരശതങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നഖങ്ങളുടെ ക്രൂരരശ്മികളാൽ ഭയങ്കരവും മാനം മുട്ടുന്ന ശരീരത്തോടും ഇടിവെട്ടും പോലെ ഗംഭീരമായ സ്വരത്തിൽ പലായനം ചെയ്യിക്കപ്പെട്ട എതിരാളികളാലും പ്രശോഭ പൂണ്ട് അങ്ങയുടെ ആ നരസിംഹരൂപത്തെ ഞാൻ വണങ്ങുന്നു.
നൂനം വിഷ്ണുരയന്നിഹിന്മുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രൻ സമുപാന്ദ്രബന്ധമധൃധാ ദോർഭ്യാം മൃദുഭ്യാമമും വീരോ നിർഗളിതോദഗഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവന ഗ്രാസ്യോദ്യതം ത്വാമഹോ. ഇത് നിശ്ചയമായും വിഷ്ണുവാണ്, ഇവനെ ഞാൻ കൊല്ലും എന്ന് ചിന്തിച്ച് ഹിരണ്യകശിപു ഗദ ചുഴറ്റിക്കൊണ്ട് ഭീഷണമായ രീതിയിൽ ഓടിയണഞ്ഞപ്പോൾ അങ്ങ് തൻ്റെ കനത്ത കൈകളാൽ അവനെ തടഞ്ഞു നിർത്തി. അപ്പോൾ വീരനായ അവൻ കൈകളിൽ നിന്നും പുറത്തു കടക്കുകയും വാളും പരിചയവുമേന്തി യുദ്ധാഭ്യാസങ്ങൾ പ്രകടിപ്പിച്ച് ലോകത്തെ അപ്പാടെ വിഴുങ്ങാനൊരുങ്ങി നിൽക്കുന്ന അങ്ങയെ എതിരിടുകയും ചെയ്തു. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേ ദ്വാരിയുഗേ നിവാത്യ നഖരാൻ ഉദ്ഘായ വക്ഷോ ഭുവി നിർഭിന്ദന്തതിഗർഭനിർഭരകളദ്രഗ്ധാംബുബന്ധോത്സവം പായം പായമുദീരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ. യുദ്ധമുറകൾ പ്രദർശിപ്പിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അസുരാധമനെ അങ്ങ് വീണ്ടും കൈകളിൽ പിടിക്കുകയും ഉമ്മറപ്പടിമേൽ ഇരുന്ന് സ്വന്തം ഊരുക്കളിൽ കിടത്തി മാറിടത്തിൽ മൂർച്ചയേറിയ നഖങ്ങളിറക്കുകയും ചെയ്തു. പിളർക്കപ്പെട്ട മാറിൽ നിന്ന് പാഞ്ഞൊഴുകിയ ചുടുചോര അങ്ങ് ഉത്സാഹത്തിമിർപ്പോടെ ധാരാളം കുടിക്കുകയും ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കരുത്തുള്ള ഗർജനങ്ങൾ മുഴുക്കുകയും ചെയ്തു. തെക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമദ്വർഷിണീ പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖ്യാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുദികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർഫൽഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. അങ്ങനെ കൊല്ലപ്പെട്ട അസുരനെ വിട്ട് രക്തത്തിൽ കുതിർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ശരീരത്തോടെ അങ്ങ് കുതിച്ചു ചാടുകയും അസുരഗണത്തെ എല്ലാം ഒന്നൊഴിയാതെ തിന്നു തീർക്കാനൊരുങ്ങുകയും ചെയ്തു. ആ സംഹാരതാണ്ഡവം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കലങ്ങിമറിയുന്ന സമുദ്രങ്ങളോടും ഇളകിയാടുന്ന പർവ്വതങ്ങളോടും സദാ പ്രഹരമേറ്റു മേലോട്ടുയരുന്ന പ്രഭാപടലങ്ങളോടും കൂടി ഭൂമി മുഴുവൻ നിലതെറ്റി സ്ഥിതി ചെയ്തു. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം അദ്യ സമമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക ഗോപിഭുവനെ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. അതിനിടയിൽ രക്തമാംസങ്ങൾ പുരണ്ട് ഭീകരമായി തീർന്ന ശരീരത്തോടെ കുടൽമാല ചൂടിക്കൊണ്ടും കോപാന്തമായും ഇടതടവില്ലാതെ ഗർജിച്ചുകൊണ്ടും സഭാമധ്യത്തിൽ നിന്നിരുന്ന അങ്ങയുടെ അരികിൽ വരാൻ ലോകത്തിൽ ആരും തന്നെ ശക്തരായില്ല. ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരെല്ലാം ഭീതി മൂലം ദൂരെ നിന്ന് വേറെ വേറെ അങ്ങയെ വാഴ്ത്തി. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യമഭയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരദോൽഗായതസ്തസ്യാ കാമദിയോപി തേ നിദവരം ലോകായ ചാനുഗ്രഹം. വീണ്ടും കോപം മുഴുവൻ ക്ഷയിക്കാതിരിക്കെ പേടിയില്ലാത്തവനും ബാലകനുമായ പ്രഹ്ലാദൻ ബ്രഹ്മാവിൻ്റെ വാക്കുകളനുസരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഉടനെ പ്രശാന്തനായിത്തീർന്ന അങ്ങ് ദയാപരവശനായി അവൻ്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു. പിന്നീട് സ്തോത്രങ്ങളാൽ ഉദ്ഗാനം ചെയ്യുന്ന അവന് ആഗ്രഹമില്ലാതിരുന്നിട്ടുകൂടി അങ്ങ് ലോകാനുഗ്രഹാർത്ഥം വരം കൊടുത്തു. ഏവം നാട്യതരൗദ്രജ്യേഷ്ഠിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത
സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താതൃങ്നിഖിലോത്തരം പുനരഹോ കസ്തോം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാൽ പാഹി മാം. ഇത്തരത്തിൽ അഭിനയിക്കപ്പെട്ട രൗദ്രപ്രവൃത്തികളോടെ ഉപനിഷത്തുക്കളിൽ പുകഴ്ത്തിയിട്ടുള്ള പരിശുദ്ധമായ മാഹാത്മ്യശാലിയും അത്യന്തം പവിത്രമായ ആകൃതിയോടുകൂടിയവനുമായ ഈശ്വര, അങ്ങയെപ്പോലെ സർവോത്തമനായ ഒരാളെ ആർ അവഗണിക്കും? പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ, എന്നെ സർവരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ.